ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസിന് പോവുകയാണ് കേട്ടോ. തേർഡ് സർവീസ് ഇപ്പം നമ്മൾ 7 months ആയി വണ്ടി എടുത്തിട്ട് ഇപ്പം കിലോമീറ്റർ 9766 കിലോമീറ്റേഴ്സ് ഓടി കഴിഞ്ഞു. ഇപ്പോൾ 10,000 ഓർ 1 year ആണ് നമ്മുടെ തേർഡ് സർവീസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർവീസ് ആക്ച്വലി 1000 കിലോമീറ്റേഴ്സിൽ ചെയ്തായിരുന്നു. അപ്പോൾ കോസ്റ്റ് 0 കോസ്റ്റ് ആയിരുന്നു, ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയായിരുന്നു. വേറെ ഒന്ന് ഫ്ലൂയിഡ് ചേഞ്ചോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സെക്കൻഡ് സർവീസ് ആക്ച്വലി നമ്മൾ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിങ് മാത്രമാണ് ചെയ്തത്. അപ്പോൾ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിങ് മാത്രം ചെയ്യുന്നതിന് 900 സംതിങ് ആയി. ആ ഒരു കോസ്റ്റ് മാത്രമേ അതിന് വന്നിട്ടുള്ളൂ. ബാക്കി ലേബർ ചാർജ് ഫ്രീ ആയിരുന്നു. പിന്നെ വേറെ ചെക്കപ്പ് ചെയ്യുന്നതിനൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ജനറൽ ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തേർഡ് സർവീസിൽ അവർ പറയുന്നത് ഫ്ലൂയിഡ് ചേഞ്ചസ് വരും എന്നുള്ളതാണ്. അതായത് ഓയിൽ ചേഞ്ച് ചെയ്യും, പിന്നെ ബാക്കി എനിക്കൊന്ന് ബ്രേക്ക് ഓയിലും പിന്നെ നമ്മുടെ വേറെ കൂളന്റ് എല്ലാം ഫുൾ ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് ഫുൾ ചേഞ്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പം തേർഡ് സർവീസിന് വണ്ടി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പം വണ്ടി എന്തായാലും ഒരു വാഷൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം വണ്ടി ആകെ മാറ്റിലൊക്കെ നോക്കി ഒന്ന് ചെളി പിടിച്ച് കിടക്കുകയാണ്. ബാക്കി എക്സ്റ്റീരിയറും കുറച്ച് ചെളിയുണ്ട്, പിന്നെ കുറച്ച് സ്ക്രാച്ച് ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ട് റബ്ബിങ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം, അവരോട് ചോദിച്ചു നോക്കണം. ബാക്കി ഇന്റീരിയർ വേറെ ഓൾറെഡി ക്ലീൻ തന്നെയാണ്, ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കില് ലെഫ്റ്റ് സൈഡ് ബാക്കിലെ ഡോറിൽ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. അപ്പം അത് ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഈ തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വണ്ടി എങ്ങനെയുണ്ട്, എന്തെങ്കിലും സ്മൂത്ത് ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ബാക്കി വണ്ടി ഓടിക്കാൻ ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. ബട്ട് ചിലപ്പോൾ തേർഡ് സർവീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു മാറ്റം വരും, മൈലേജിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ MID ആണെങ്കിൽ 17.2 ആണ് നമ്മുടെ ആവറേജ് കാണിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു 160 കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്തിട്ട് അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും 17.5 ആ റേഞ്ചാണ് നമുക്ക് ആവറേജ് ഫ്യൂൽ എക്കോണമി കിട്ടുന്നത്. അതും നല്ല തിരക്കുള്ള റോഡിൽ കൂടെയാണ് ഞാൻ ഓടിച്ചത്, എനിക്ക് 17.5 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബാക്കി. സർവീസ് സെന്റർ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് സർവീസ് കഴിഞ്ഞായിരുന്നു കേട്ടോ. തേർഡ് സർവീസ് കഴിഞ്ഞ് വണ്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 100 മീറ്റർ അത്ര ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ളൂ. അപ്പം 100 മീറ്റർ ഓടിച്ചതിൽ പ്രശ്നമൊന്നും കണ്ടില്ല. ഇനി ഒന്ന് എക്സ്റ്റെൻസീവായിട്ടൊന്ന് ഓടിച്ചിട്ട് ഇനി എങ്ങനെ സർവീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഈ തേർഡ് സർവീസിൽ എത്ര ആയി എന്നുള്ളതാണ്. ടോട്ടൽ എമൗണ്ട് ഈ കാണുന്ന 3310 രൂപയാണ്. പിന്നെ മാറ്റിയിട്ടുള്ളത് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ ക്യാബിൻ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, പിന്നെ എനിക്കൊന്ന് ബാക്കി ഫ്ലൂയിഡൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. പിന്നെ വീൽ അലൈൻമെന്റ് ബാലൻസിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് വേറൊരു ഷോറൂമിലാണ് ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും ചെയ്തത്. ഓക്കെ, അപ്പം ആ സമയത്തൊന്നും ആക്ച്വലി ക്യാബിൻ ഫിൽറ്റർ മാറ്റിയിട്ടില്ല. എന്നാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ തേർഡ് സർവീസ് കൊടുത്ത സ്ഥലത്ത് അവർ പറഞ്ഞാൽ അവർ ഊരിയപ്പോൾ തന്നെ ക്യാബിൻ ഫിൽറ്റർ അതിനകത്ത് ഇല്ലായിരുന്നു. അത് എന്ത് കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നെങ്കിൽ ഫസ്റ്റ് സർവീസോ അല്ലെങ്കിൽ സെക്കൻഡ് സർവീസോ അവന്മാർ ചെയ്തിട്ട് ക്യാബിൻ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് അവർ വെച്ച് കാണത്തില്ല, അല്ലെങ്കിൽ അവന്മാർ അത് അടിച്ചു മാറ്റി കാണാം, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത് വന്നപ്പോഴേ അതിനകത്ത് കാണത്തില്ലായിരിക്കും. എന്താണ് എന്നെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് വണ്ടി സ്മൂത്ത്നെസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി ഇത് മൊത്തവും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്, അതാണിത് പ്രശ്നം. ഹൈവേയിലൊന്നും ഓടിച്ചാലേ ശരിക്കുള്ള അതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും സസ്പെൻഷനൊന്നും പ്രശ്നമില്ല, നേരത്തെയും പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് ഈ റോഡ് മൊത്തം ഒരുമാതിരി അലമ്പായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇതിലേക്കൂടെ എടുത്തോണ്ട് ഓടിക്കുന്നത്. വേറൊരു വണ്ടി വരുന്നുണ്ട്. സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റിയ റോഡ്. എന്തായാലും AC ഒരു കൂളിങ്ങും ബെറ്റർ ആയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള സ്മെല്ലൊന്നുമില്ല. നേരത്തെ എനിക്ക് തോന്നുന്നു AC ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, ഒരു സ്മെല്ലുണ്ടായിരുന്നു, പുറത്തുനിന്നുള്ളൊരു സ്മെല്ലൊക്കെ
അകത്തോട്ട് പതുക്കെ കുറച്ച് കയറുമായിരുന്നു ക്യാബിനുള്ളിൽ. അപ്പം ഫിൽറ്റർ ഇട്ടതുകൊണ്ടായിരിക്കാം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എന്തോ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല. നമ്മുടെ സർവീസ് അഡ്വൈസറിനെ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു നോക്കാം. എൻജിൻ ബേക്ക് അവർ അത്യാവശ്യം നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അവിടെ ആക്ച്വലി മാക്സിൻ്റെ മുകളിലാണ് ഇത് കാണുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് തേർഡ് സർവീസ് കഴിഞ്ഞു. വണ്ടി അത്യാവശ്യം ഒരു 6-7 കിലോമീറ്ററോളം ഓടിച്ചായിരുന്നു. 10 കിലോമീറ്ററോളം ഓടിച്ചു. വണ്ടി സോഫാർ ഒരു കുഴപ്പമില്ല, നല്ല സർവീസൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വീൽ അലൈൻമെൻറ്റ് ആൻഡ് ബാലൻസിങ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ എയർ ഫിൽറ്റർ ക്യാബിൻ ഫിൽറ്റർ അത് മാറ്റിയത് കാരണം തന്നെ AC കൂളിംഗ്